കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭക്ത മനസ്സുകളിൽ ഭക്തിയുടെ അമൃതവർഷം ചൊരിഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് താമരപ്പൂവിലിരിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടാണ് ദർശനം നൽകിയത്. പ്രപഞ്ചത്തിൻ്റെ നാഥൻ ഒരു കുഞ്ഞു താമരപ്പൂവിൽ പുഞ്ചിരിയോടെ ഇരിക്കുന്നത് കാണുമ്പോൾ ആ രൂപം നമ്മുടെ ആത്മീയതയുടെ ആഴമേറിയ ഒരു സന്ദേശമാണ് നമുക്ക് തരുന്നത്. താമര ചെളിയിലാണ് വളരുന്നതെങ്കിലും അത് ഒന്നിനാലും മലിനമാക്കപ്പെടാത്ത ഒരു പൂവാണ്. അതുപോലെ ഈ സംസാര സാഗരമാവുന്ന ചെളിയിൽ ജീവിക്കുമ്പോഴും മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കും ഒരു താമരയെപ്പോലെ പരിശുദ്ധരാവാം എന്ന സത്യമാണ് എന്ന് താമരക്കണ്ണൻ നമുക്ക് കാട്ടിത്തരുന്നത്. ഇന്നത്തെ കളഭാലങ്കാരം ഒന്ന് നോക്കി നോക്കൂ. വെറുതെ ഒരു ചിത്രമൊന്നുമല്ല, കളഭത്താൽ വിരിഞ്ഞ ഭക്തിയുടെ കാവ്യാണത്. താമരത്തണ്ടും ഇലകളും പൂക്കളും ഒക്കെ ഉണ്ട് കളഭം കൊണ്ട് ഉണ്ടാക്കി വെച്ചെണ്ണു. അതൊക്കെ അതീവ സമർപ്പണത്തോടെ കളഭത്തിലിങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. തണ്ടും ഇലയും പൂവും ഒക്കെ ഉണ്ട്. അതിനു മുകളിൽ ഒരു വിരിഞ്ഞിരിക്കുന്ന താമരയുടെ മുകളിൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ഇരിക്കുകയാണ്. ഇതൊരു ഭംഗിയല്ലേ? ഭഗവാന്റെ വലത് കൈയിൽ വെണ്ണയുണ്ട്. ഭക്തന്റെ ഹൃദയം ഉരുകി വെണ്ണ പോലെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ ഭഗവാൻ കാത്തു നിൽക്കുകയാണ്. വെണ്ണ എത്ര ഇഷ്ടമാണോ അതേപോലെ നമ്മുടെ മനസ്സിനെ, നിർമ്മലമായ മനസ്സിനെ സ്വീകരിക്കാൻ ഭഗവാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് എന്നാണ്. ഇടത് കൈയിൽ ഓടക്കുഴലുണ്ട്. ഉള്ളിൽ ശൂന്യമായിട്ടുള്ള മുളന്തണ്ട് ആയി മാറിക്കഴിഞ്ഞാൽ, അതായത് അഹങ്കാരം പോലെയുള്ള ദോഷങ്ങൾ എല്ലാം വെടിഞ്ഞിട്ട് നമ്മിലൂടെ അപ്പോൾ ഭഗവാൻ ദൈവികമായ സംഗീതം ഒഴുക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പുല്ലാങ്കുഴൽ. ആ കുഞ്ഞു കാലുകൾ നോക്കി നോക്കൂ. പൊന്തലകൾ ഇങ്ങനെ കിളിങ്ങുന്നുണ്ട് ഭഗവാന്റെ കുഞ്ഞിക്കാലിൽ. ഭക്തൻ്റെ ദുഃഖങ്ങളൊക്കെ പമ്പ കടത്താൻ ഈ ഒരു പൊന്തളകളുടെ കിലുക്കം മാത്രം മതി എന്നാണ്. അരയിലേക്ക് ഇങ്ങനെയും മാലകളും ഒക്കെ ഭഗവാന്റെ ചൈതന്യത്തിന് മാറ്റുകൂട്ടുകയാണ്. പൊന്നിൻ കിരീടത്തിന് മുകളിലായിട്ട് തുളസിയും തെച്ചിയും വെള്ളപ്പൂക്കൾ, അതായത് നമ്മുടെ നന്ദ്യാർവട്ടം ഒക്കെ കൂടി ചേർത്തിട്ടാണ് തിരുമുടിമാല ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഭഗവാനെ ഉണ്ണിക്കണ്ണനായി കാണുന്നത് എന്തിനാണെന്നറിയോ? വാത്സല്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത്. ഉണ്ണിക്കണ്ണന് മുൻപിൽ ഭക്തൻ അമ്മയായിട്ടും അച്ഛനായിട്ടും ഒക്കെയാണ് മാറുന്നത്. അവിടെ അധികാരമില്ല, ഭയമില്ല, ഉള്ളത് സ്നേഹമാണ്. സ്നേഹം മാത്രമാണ്. ഈ താമരപ്പൂവിലിരിക്കുന്ന രൂപം സൂചിപ്പിക്കുന്നത് ഹൃദയ കമലമാണ് എന്നുള്ളതാണ്. ഓരോ മനുഷ്യൻ്റെയും ഹൃദയമാകുന്ന താമരപ്പൂവിൽ ഈശ്വരൻ കുടികൊള്ളണു എന്നാണ്. പക്ഷേ ആ പൂവ് വിരിയണമെന്നുണ്ടെങ്കിൽ അതിൽ ഭക്തിയാകുന്ന സൂര്യപ്രകാശം തട്ടണം എന്നാണ്. ഇന്നത്തെ ഈ അലങ്കാരം നമ്മൾ കണ്ടു തൊഴുമ്പോൾ നമ്മുടെ ഉള്ളിലെ അജ്ഞാനമാകുന്ന ഇരുട്ട് നീങ്ങി ആ ഹൃദയ കമലം വിരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഉണ്ണിക്കണ്ണൻ അവിടെ ഉണ്ടാവും. ഉണ്ണിക്കണ്ണൻ അവിടെ ഉണ്ണിയായിട്ട് ചിരിച്ചുല്ലസിച്ച് നമ്മളെ സ്നേഹിക്കാനായിട്ട് ഉണ്ണിയായിട്ട് അവിടെ ഉണ്ടാവും. ഈ പവിത്രമായ മുഹൂർത്തത്തിൽ ആ താമരക്കണ്ണൻ്റെ പുഞ്ചിരി തൂകണ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഭഗവാന്റെ കാൽക്കൽ അങ്ങോട്ട് അർപ്പിക്കാം. ആ വലിയ കണ്ണുകളിലെ കാരുണ്യം നമ്മളെ പൊതിയും. ഹരേ കൃഷ്ണ. ലോകം മുഴുവൻ സന്തോഷത്തോടെ ഇരിക്കാൻ നിന്റെ മന്ദഹാസം എന്നും കൂട്ടിനുണ്ടാവണേ എൻ്റെ ഉണ്ണി. ഗുരുവായൂരപ്പൻ്റെ ഈ ചൈതന്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിലും മനസ്സിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആ താമരക്കണ്ണനെ നമ്മുടെ മനസ്സിൽ ധ്യാനിക്കാം. സർവം കൃഷ്ണാർപ്പണമസ്തു. നാരായണ നാരായണ നാരായണ. ഹരേ കൃഷ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ.